ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡോപ്പ ടീം പെരിന്തൽമണ്ണ റിയാസിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. റിയാസ് നമ്മുടെ ഡോപ്പയിലെ വൺ ഓഫ് അവർ ടോപ്പറാണ്. അപ്പോൾ റിയാസിൻ്റെ പാരൻസും റിയാസും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ, അവരെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ റിയാസ്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. നമുക്കറിയാം നീറ്റിൻ്റെ സ്കോറ് കീ വന്ന് ഇപ്പോൾ നല്ലൊരു സ്കോർ എത്തി അല്ലേ? വൺ ഓഫ് അവർ ടോപ്പ് റാങ്കിലാണ്, മാർക്കിലാണ് എത്തിയിരിക്കുന്നത്. മാർക്ക് കൂട്ടിയതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 690 മാർക്ക് ഉണ്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ? എന്താ പറയുക, നല്ല സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിനുള്ളൊരു റിസൾട്ട് കിട്ടിയതായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അതെ അതെ. അക്കാഡമിക്കലി ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ് റിയാസ്. കുറേ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഇപ്പോൾ ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ പ്രിപ്പറേഷൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങാം. എന്ന് മുതൽ താല്പര്യമുണ്ട് ഇപ്പം ഒരു നീറ്റ് എഴുതണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നുള്ള താല്പര്യം എന്ന് മുതലുണ്ട് റിയാസിന്? ഡോക്ടറാണെന്ന് ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ അവിടെ എത്തണം എന്നുള്ളൊരു ഓറിയന്റേഷനോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫാമിലിയിലായാലും ക്ലോസ് റിലേറ്റീവ്സിലൊന്നും ഈ വഴി സഞ്ചരിച്ച ആരും ഇല്ല. അതുകൊണ്ട് തീരെ ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരുന്നില്ല. 10th വരെ എനിക്ക് +1 സയൻസ് എടുക്കണം എന്ന് മാത്രം അറിയാം. വേറെ ഒന്നും അതിനെ പറ്റിയൊരു ഐഡിയ ഉണ്ടായില്ല. ഒന്നുമില്ല. മെഡിക്കൽ കോളേജിലുള്ള ആരെങ്കിലും നേരിട്ട് ബന്ധം അങ്ങനെ ഇല്ല. ഇവിടെ ഡോപ്പിൽ ഒന്നിനു ശേഷമാണ് കുറച്ച് റിലേഷനൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം നിന്ന് അപ്പോൾ അതിലേക്കുള്ള ഒരു ഫസ്റ്റ് ഒരു എന്താ പറയുക, ഇത് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് തുടങ്ങിയതാണ്. കാരണം ചെറുപ്പം മുതലേ നമുക്ക് പലത് ആഗ്രഹം ഉണ്ടാവും. ഫസ്റ്റ് പോലീസ് ആവണം ആഗ്രഹം ഉണ്ടാവും, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് പല ആഗ്രഹം ഉണ്ടാവും. ഇത് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ. അത് പിന്നെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞില്ല, അന്ന് ഡോക്ടർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് പിന്നെ മാറിയിട്ടില്ല. അപ്പൊ പിന്നെ ആ രീതിയിൽ അങ്ങനെ പോയി. അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ 10th കഴിഞ്ഞ് +1 ഞാൻ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിച്ചു. അവിടുന്ന് ഫാദറിനോട് ചോദിച്ചു നോക്കട്ടെ, എന്താ തോന്നി നല്ലൊരു മാർക്ക് കിട്ടിയ ഈ അവസരത്തിൽ? എന്താണ് നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം? വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, നല്ലൊരു സ്കോർ ചെയ്യാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. റിയാസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഉമ്മാക്ക് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ചെറുപ്പം മുതലേ ഒരു 3 വയസ്സ് മുതലേ ആഗ്രഹമാണ് അവന് ഡോക്ടർ ആവണം, ഞാൻ ഡോക്ടർ ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചികിത്സയൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ എന്ന് ചോദിച്ചാലും ഞങ്ങൾക്കിപ്പോൾ ഡോക്ടർ ആവണമെങ്കിൽ എന്താണ്, ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഒരുപാട് പൈസ വേണം, കോടികൾ വേണം ഡോക്ടർ ആവണമെങ്കിൽ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ആദ്യമൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കിയിരുന്നു. അപ്പം അവനതിനൊരു മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നല്ല പഠിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ ചിലവൊന്നും ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അപ്പം പിന്നെ ഞങ്ങൾ അവന് സപ്പോർട്ട് കൊടുത്തു. അതൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നോക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ ഒരു ടൈലർ ഇതിൽ തന്നെയാണ്. ഇവിടെ ഇല്ല, ഷോപ്പ് സ്വന്തമായിട്ടില്ല, ഒരു കമ്പനിയിൽ ഇല്ല. എന്താ പഠിച്ചത്? 10 വരെയുള്ള പഠിപ്പന്നെ. അതന്നെ വേണ്ട. ഈ നമ്മള് ആളുകൾ വിചാരിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ ചെന്ന് നമ്മൾ എടുക്കുന്ന ഡിഗ്രി മാത്രമല്ല. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത കാര്യം മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പാരന്റ്സിന്റെ എഡ്യൂക്കേഷൻ ആണ് ആക്ച്വലി. അപ്പോൾ പാരന്റ്സ് പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഡിഗ്രി PG പഠിച്ച ആളുകൾക്ക് കുട്ടികളൊക്കെ അങ്ങനെ എത്തിക്കാൻ പറ്റും. അല്ല, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർമാരെ മക്കൾക്ക് പോലും കിട്ടിയിട്ടില്ല, നിങ്ങൾ ഇതിന് ശ്രമിക്കണത് വെറുതെയാണ് ഒക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് അവനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ അവന് LKGക്ക് അവൻ പോയിട്ടില്ല. മടി തന്നെയായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ എന്നെ LKG ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ UK അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊരു 10 വയസ്സ് വരെ ഭയങ്കര പോക്കിയായിരുന്നു. പിന്നെ എന്നാലും പഠിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. ഒരു 2-3 വയസ്സ് മുതൽ തന്നെ അവന് അക്ഷരങ്ങൾ സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പ് അവന് വായിക്കാനൊക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നെ LKG ഞാൻ വീട്ടിലിരുന്ന് പഠിപ്പിച്ചു. പിന്നെ UKG പോയി. പിന്നെ അന്ന് മുതലേ അവന് ഫസ്റ്റ് പ്രൈസ് കൊണ്ടാ വന്നിരുന്നു എല്ലാ വർഷവും. അത് 10th എത്തിയപ്പോൾ 3ാം സ്ഥാനത്തേക്ക് മാറി. ടോപ്പറായിരുന്നു. പിന്നെ +1 10 മാർക്ക് മാത്രമേ പോയിരുന്നുള്ളൂ. +2 ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അത് ഓരോ വർഷവും മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും
അവൻ എല്ലാ വർഷവും ടോപ്പറായിട്ട് തന്നെ മദ്രസയിലേക്ക് പോയിട്ടുണ്ട്, 10ാം ക്ലാസ് വരെ 10th വരെ മദ്രസ പോയിട്ടുണ്ട്. പിന്നെ അല്ല, അപ്പോൾ +1 കിടക്കുന്ന സമയത്ത് ഈ ഡോക്ടർ ആവണം അല്ലെങ്കിൽ നീറ്റ് എഴുതണം അങ്ങനെയുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചേർന്നതാണോ, അല്ല എല്ലാവരും സയൻസ് ചേർന്നതുകൊണ്ട് അങ്ങനെ ചേർന്നതാണോ? അല്ല, ഡോക്ടർ ആവണമെങ്കിൽ സയൻസ് എടുത്ത് പഠിക്കണം എന്നുള്ളത് അറിയായിരുന്നു. പക്ഷേ ഈ നീറ്റിന്ന് കേൾക്കല്ലാതെ നീറ്റിനെ കുറിച്ച് എങ്ങനെ പഠിക്കണമെന്നോ അതല്ലെങ്കിൽ നീറ്റ് എങ്ങനെയാണ് എക്സാം ഉള്ളതെന്നോ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ +1 ഞാനൊരു റെസിഡൻഷ്യൽ സ്കൂളിൽ ചേർന്നു. അപ്പൊ എനിക്ക് അവിടുന്ന് കുറച്ച് ഓറിയന്റേഷൻ കിട്ടി. അപ്പോഴാണ് ഇത് നീറ്റിന്റെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങി. കോമ്പറ്റീഷൻ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടോ? ഈ ഇങ്ങനെ സഹോദയന്റെ അസോസിയേഷന്റെ എക്സാംസ് അങ്ങനെ, അത് പിന്നെ സയൻസ് ഓറിയന്റഡ് അല്ലെങ്കിലും കുറച്ച് ജനറൽ നോളജ് അങ്ങനത്തെ എക്സാം ഒക്കെ OMR ഷീറ്റ് ഒക്കെ അറിയാം. പക്ഷേ UKG മുതലേ ഓരോ എക്സാം ഞാൻ എഴുതിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അന്ന് മുതൽ അവന്റെ ആഗ്രഹത്തിന്റെ കൂടെ തന്നെ ആയിരുന്നോ നിങ്ങളിപ്പോ അന്ന് വിചാരിച്ചു എക്സ്പെൻസ് ഉണ്ട് എന്ന് വിചാരിച്ചതല്ലാതെ എന്തെങ്കിലും പറഞ്ഞല്ലോ വേറെ ഡോക്ടർമാരുടെ മക്കൾ പോലും ട്രൈ ചെയ്ത് ചിലപ്പോൾ കിട്ടിയിട്ടില്ല, അപ്പൊ വെറുതെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണ്ട എന്നുള്ളത് കേട്ട സമയത്ത് എന്താ തോന്നിയിരുന്നത്? എന്താ നിങ്ങളെ തീരുമാനമായിരുന്നേ? ഒരു 9ാം പഠിക്കുന്ന സമയത്ത് അവങ്ങനെ ഇതിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് നമുക്കിതിന് സാധിക്കില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അല്ലാതെ നമുക്കിതിന് കഴിയും, ഇനി അവനോട് അത് പറഞ്ഞിട്ട് മുടക്കരുത് എന്ന് പറഞ്ഞു ഉമ്മ. അത് നല്ലൊരു ഇതായി. അപ്പൊ ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോളേജിൽ പോയിട്ട് ഒരു ഡിഗ്രി വാങ്ങിക്കുന്നല്ല, ഇത് ചെയ്യാൻ പറ്റുന്നതാണ്, കുട്ടികളെ എങ്ങോട്ട് ഗൈഡ് ചെയ്യണം, ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പം മുതലേ അവന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ അതിപ്പോ ഇനി സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ മുടങ്ങാൻ ശ്രമിച്ച് ഇതേവരെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ +1 നമ്മൾ നീറ്റ് എഴുതാമെന്നൊക്കെ കരുതി +1 പഠിക്കാൻ തുടങ്ങി. എന്തൊക്കെയായിരുന്നു അനുഭവം? +1 ആ ഒരു ഇതിൽ അത് മുങ്ങിപ്പോയിരുന്നോ? അതിനു വേണ്ടി എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നോ? +1 വലിയ കുഴപ്പമില്ലാതെ നോക്കി. ചില ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ കോച്ചിങ് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നോക്കിയിരുന്നു. പിന്നെ +2 എത്തിയപ്പോ ഫുള്ള് താളം തെറ്റി. കോവിഡ് വന്നു, ഓൺലൈൻ ക്ലാസ് ആയി. അപ്പോ സ്കൂളിൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും നീറ്റിന്റെ ക്ലാസ് പോയിട്ട് ബോർഡ് എക്സാം ലെവലിൽ തന്നെ തീർക്കാൻ കഴിയുമോ എന്നുള്ള ഡൗട്ട് ആയിരുന്നു സ്കൂളിൽ. അപ്പൊ പിന്നെ ആ രീതിയിൽ ചാപ്റ്റേഴ്സ് ഒക്കെ ഫാസ്റ്റ് ആയപ്പോ +2 ഒന്നും നോക്കാൻ കഴിഞ്ഞില്ല. പിന്നെ +2 ക്രാഷ് കോഴ്സ് ചെയ്തു. അപ്പൊ കുറച്ച് ട്രൈ ചെയ്തു. അന്ന് ആ വർഷം വലിയ കുഴപ്പമില്ലാത്ത മാർക്ക്. പുറത്തായിരുന്നു, ഡോപ്പയിലല്ല വേറെ. അപ്പോ അത് ചെയ്ത് അതിന് കുഴപ്പമില്ലാത്ത മാർക്ക് കണ്ടപ്പോ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ കിട്ടുന്ന വിശ്വാസം വന്നു. ഡോപ്പയില് ഞാൻ മുമ്പ് ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവര് ആദ്യം ഡോപ്പയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു. അവർ സജസ്റ്റ് ചെയ്തു ഡോപ്പയുണ്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ള രൂപത്തിൽ. അന്ന് ക്യാപ്സ്യൂൾ ബാച്ച് നമ്മൾ ഫസ്റ്റ് റൺ ചെയ്ത സമയമായിരുന്നു അല്ലേ? ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു? ക്യാപ്സ്യൂൾ പഠിച്ചിട്ടില്ല. എനിവേ ഡോപ്പ ഫസ്റ്റ് ആയിട്ട് റെസിഡൻഷ്യൽ. അപ്പൊ നോക്കുമ്പോൾ ഡോപ്പ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ട് റെസിഡൻഷ്യൽ തുടങ്ങുന്ന ഒരു സമയം. അപ്പൊ എന്തായിരുന്നു ഒരു ഇംപ്രഷൻ, എന്തായിരുന്നു അല്ലെങ്കിൽ കിട്ടിയിരുന്ന ഫീഡ്ബാക്ക് എന്തായിരുന്നു? അല്ല, ഞാന് ഡോപ്പ് ഇങ്ങനെ ഫ്രീ ആയിട്ട് യൂട്യൂബ് ലൈവ് ക്ലാസ് ഒക്കെ ഇട്ടിരുന്നല്ലോ, ലാസ്റ്റ് ലൈവ് സെഷൻസ് ഒക്കെ, അതൊക്കെ കണ്ടിരുന്നു. അപ്പൊ എനിക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ അവര് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഡോപ്പിൽ ചേർന്നു. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ പല പിള്ളേരും ഡോപ്പിൽ ജോയിൻ ചെയ്ത് ഈവൻ ടോപ്പേഴ്സ് ആയിട്ടുള്ള പിള്ളേർ കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത് അല്ലെങ്കിൽ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്ന മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ആദ്യമായിട്ട് റെസിഡൻഷ്യൽ നടത്തിയ ഒരു സ്ഥാപനമാണ്, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അവിടെ ചേർത്തിയെന്നുള്ളത്. അല്ല, അത് അങ്ങനെ ആരും ചോദിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടായില്ല? അങ്ങനെ ആരും ചോദിച്ചിട്ടൊന്നുമില്ല. കാരണം അവര് അങ്ങനെ എനിക്ക് നല്ലോണം അറിയുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആരും അങ്ങനെ ഇപ്പൊ ഏത് സ്ഥാപനത്തിലാ പഠിക്കണെന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവുന്ന രീതിയിലുള്ള അങ്ങനൊന്നും പറഞ്ഞില്ല. ചോദിച്ചിരുന്നു, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിക്കൂടായിരുന്നു, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിക്കൂടായിരുന്നു എന്ന് അത് ചേർന്നതിന് ശേഷം ചോദിച്ചിരുന്നു. അതുവരെ ആരും കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഉള്ള ഒരു സ്ഥാപനത്തിലേക്ക് വന്നിട്ടും ചില കുട്ടികൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ എനിവേ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ നല്ലൊരു മാർക്ക് ഉണ്ട്. എന്തുകൊണ്ട് ഡോപ്പയിലേക്ക് വന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ നല്ലൊരു മാർക്ക് ഉണ്ട്. മാർക്ക് ആഡ് ചെയ്തപ്പോ എത്ര ഉണ്ട്? 690. ഇനിയിപ്പോ ഒരു ആൻസർ ചിലപ്പോ കിട്ടുകയാണെങ്കിൽ 95 ആവും. 695 ഒരു ആൻസർ ഒന്ന് കീ കറക്ഷൻ വരുന്നുണ്ട്. അതുകൂടി വന്നു കഴിഞ്ഞാൽ 695 എത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നല്ല കാര്യം. ഏതെങ്കിലും തെറ്റാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ല, ഉണ്ടാവേണ്ടതല്ല. ഉറപ്പില്ല. എക്സാമിന് മുന്നേ എത്ര ടാർഗറ്റ് ചെയ്തിരുന്നു സ്കോറൊക്കെ? എക്സാമിന് മുമ്പ് അങ്ങനെ ഒരു കറക്റ്റ് ടാർഗറ്റ് ഉണ്ടായിരുന്നില്ല.
ഉമ്മക്ക് അറിഞ്ഞിട്ടായിരുന്നു 720 മാർക്ക് അല്ലെ? 720 നിങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. ഇവരാണ് ആഡ് ചെയ്ത് നോക്കിയതല്ലേ? ഉമ്മാണ് നോക്കി. ഉമ്മ നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ആഡ് ചെയ്തിട്ട് അത് ഇത്ര കാണുന്നത്. സാധാരണ നോക്കുന്നത് എന്റെ ഉമ്മ തന്നു ഇരുന്ന് ആഡ് ചെയ്യാൻ നോക്കൂല. ഈവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞതാണ്, ഇരുന്ന് ആഡ് ചെയ്യാനൊന്നും ഉമ്മ നോക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഞാൻ വീട്ടിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിന് മുമ്പ്. ഞാൻ എക്സാം എഴുതിയിട്ട് OMR ആൻസർക്ക് ഉമ്മാന്റെ അടുത്ത് ഏൽപ്പിക്കല. ഉമ്മനെ നോക്കി ഇവനാ ചെറുപ്പം മുതലേ അതേമാതിരി അവന്റെ വിദ്യാഭ്യാസത്തിനും പഠിച്ചു വന്നാലും അത് അതേപോലെ ഒന്ന് ഒരു റിപ്പീറ്റുമായിട്ട് നോക്കി ഉമ്മേനെ എന്റെ ഒരു 9 വരെ പഠിപ്പിച്ചു കൊടുത്ത് അതിന്റെ അക്ഷരമൊക്കെ എന്റെ വൈഫിനെ ഇരുന്ന് പഠിപ്പിക്കാറ് ചെയ്യാറുണ്ട്. അപ്പോൾ ചോദിച്ചു വരുന്നത്, അപ്പോൾ നമുക്ക് ആ ഒരു 720 മാർക്ക് ഉള്ളത്, എത്ര കിട്ടും? ഇപ്പം പറഞ്ഞത് ഒഴിവാക്കി നിങ്ങൾക്ക് പ്രതീക്ഷ എത്ര ഉണ്ടായിരുന്നു? എത്ര വാങ്ങിക്കുന്നൊക്കെ ആയിരുന്നു? എത്ര കിട്ടണം എന്നൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നത്? 700-ന്റെ മുകളിലെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ അത് എന്തോ പിന്നെ അവനെ ലാസ്റ്റ് ആയപ്പോ സുഖമില്ലാണ്ടായി. അപ്പൊ പിന്നെ പ്രതീക്ഷ പറ്റ പോയിരുന്നു. ലാസ്റ്റ് തോന്നിയിരുന്നു. എക്സാം എഴുതുന്ന ടൈമിൽ ഭയങ്കര പേടിയായിരുന്നു. ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ എവിടെയെങ്കിലും ആദ്യം എയിംസ് കിട്ടണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് വരെ തിങ്കളാഴ്ച വരെ ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ചയാണ് പനിയാണ് കണ്ടാണ് രാവിലെ വിളിച്ചത്. അപ്പൊ പിന്നെ എല്ലാ പ്രതീക്ഷയും പോയി. ഈ വർഷം കിട്ടുമെന്നുള്ള പറ്റിയില്ല. കെമിസ്ട്രി ഒന്നും ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞത് എക്സാമിന്റെ തലേ ദിവസം രാത്രി 2 മണിക്ക് കൂടി അവന് ശരീരത്തിൽ ഇതായിട്ടേ തലേ ദിവസം ഉറങ്ങിയിട്ടില്ല. തലേ ദിവസം ഞാനും അവനും തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ രാത്രി അവനോട് ചോദിച്ചു, ഈ എങ്ങനെ ഇതുകൊണ്ട് എക്സാം എഴുതുന്നെ, എന്താ നമ്മൾ ചെയ്യാ ചോദിച്ചപ്പോ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ എക്സാം എഴുതാതെ ഞാൻ തിരിച്ചു പോരൂല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ ധൈര്യം ഉണ്ടെങ്കിലും പിന്നെ അവൻ എക്സാമിന് പോകുമ്പോൾ ഭയങ്കര ചൊറിച്ചില് ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ ഈ വർഷം കഴിഞ്ഞ വർഷത്തിനേക്കാൾ മാർക്ക് കുറവായിരിക്കും എന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നു. നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല. രാവിലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റിയിരുന്നു. രാവിലെ അവന് തൊണ്ടവേദന ഉണ്ടായിരുന്നില്ല. സാറിന് വിളിച്ചത് ഞങ്ങൾ അത് കാരണം തലേ ദിവസം 2 ദിവസം മുമ്പ് മുതൽ ഭക്ഷണം കഴിക്കലും വെള്ളിയാഴ്ച മുതൽ ഭക്ഷണം ഒന്നും ശരിക്കാൻ അറിഞ്ഞിരുന്നു. ജ്യൂസ് പാലൊക്കെ കൊടുക്കായിരുന്നു തലേ ദിവസവും. അന്നൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഭയങ്കര പേടി ഉണ്ടായിരുന്നു. അത്ര ഡിഫിക്കൽറ്റി കൂടെ പോയി എക്സാം എഴുതി. എക്സാമിന് മുന്നേ നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. എക്സാം എഴുതാൻ പോയതിൽ 600 എങ്കിലും എവിടെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ എവിടെയെങ്കിലും ലാസ്റ്റ് സീറ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഡെഫിനറ്റ്ലി. നമ്മൾ റിയാസിന്റെ, നിങ്ങൾ മാത്രമല്ല റിയാസിന്റെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്, ഞങ്ങൾ കാണുമ്പോൾ സംസാരിക്കാറുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഉണ്ടെങ്കിൽ മാത്രമേ 720 പോവുള്ളൂ. കാരണം അത്രയും പ്രിപ്പയർഡ് ആണ്, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അന്ന് അത്ര പനി ഉണ്ടാകുന്ന സമയത്ത് ഒരു 4-5 ക്വസ്റ്റ്യൻ മാത്രമേ തെറ്റിട്ടുള്ളൂ. ആ ഒരു ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തോന്നുന്നു ഡെഫിനറ്റ്ലി അധ്വാനം കൊണ്ട് തന്നെ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ബ്രെയിനെ പറ്റുള്ളൂ. ക്ഷീണിച്ചിരിക്കുമ്പോഴും നമ്മൾ കറക്റ്റ് ആൻസർ നമ്മൾ പറയാറുണ്ട്. എന്തെങ്കിലും പഠിച്ചു കഴിയുമ്പോൾ അത്രയും ഉറപ്പുണ്ടെങ്കിൽ ഉറക്കത്തിൽ നീറ്റാൽ പോലും ആൻസർ പറയാൻ പറ്റുള്ളൂ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എത്ര പനിയുടെ മൂർച്ഛിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ എഴുതാൻ പറ്റിയത് ഡെഫിനറ്റ്ലി അത്ര അധികം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. എന്താണ് റിയാസിന് എന്താ പ്രാക്ടീസ് അങ്ങനെ എത്താനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു? അല്ല, ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും അധികം മുടക്കാതെ പാലിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നെ ക്ലാസ് കണ്ടിട്ട് ബയോളജിയോ ഇനോർഗാനിക്കോ ഒക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് വായിക്കും, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ കുറച്ച് തിയറി നോക്കിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ ആ രീതിയിൽ ആ ഒരു പാത്തിൽ അങ്ങനെ പോയി. ടോപ്പ് എന്നുള്ള പഠനത്തിൽ ഇവരുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ പുറത്തിറങ്ങിയിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. ടോപ്പ് അവന് കിട്ടിയ ഫീഡ്ബാക്ക് എന്തൊക്കെയായിരുന്നു? പാരന്റ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടിയ അവൻ എന്തൊക്കെ പറഞ്ഞിരുന്നു? നല്ല തന്നെയുണ്ടോ? അഭിപ്രായം തന്നെയായിരുന്നു. ഫസ്റ്റ് ഇതാണെങ്കിലും ഞങ്ങള് ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ അവിടെ ചേർത്ത് ഇതാക്കി. അത് ഒരു നല്ല ഇതിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് ആക്കാൻ പറ്റി. അതിൽ ഞങ്ങൾക്ക് നല്ല എക്സാം നടത്തുന്നതിനെ കുറിച്ചോ അക്കാഡമിക്സിനെ കുറിച്ചോ പഠനത്തിനെ കുറിച്ചോ ഒക്കെ എന്തൊക്കെ ഫീഡ്ബാക്ക് പറയായിരുന്നു? അതൊന്നും വലിയൊരു കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം കിട്ടിക്കണമെന്നുള്ളത് തന്നെ ഞങ്ങളോട് പറയല്ലേ. എല്ലാ കാര്യങ്ങളും ക്ലാസ്സൊക്കെ എപ്പോഴും പറയാൻ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും ക്ലാസ് എങ്ങനെയുണ്ട്, പിന്നെ എങ്ങനെ പഠിക്കലില്ല. അപ്പോൾ ഒക്കെ എന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഡോപ്പയുടെ പിന്നെ പരിശീലനവും അവൻ്റെ പരിശ്രമവും ഒക്കെ അള്ളാ ശരി നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിച്ചു. അതിന് അൽഹംദുലില്ലാ.
പെർട്ടിക്കുലർലി അവൻ്റെ ആ പരിശ്രമം, നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സപ്പോർട്ട്. ഇപ്പം അവനോട് നമ്മൾ ചോദിച്ച സമയത്തുണ്ട് പലരും മെൻറ്റേഴ്സ്, ബാക്കി ആൾക്കാർക്ക് മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞൊരു ഉത്തരമുണ്ട്, എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എൻ്റെ ഉമ്മയിപ്പിയാണ്. എൻ്റെ ഉമ്മയിപ്പി അല്ല, കാരണം പലരും നമുക്ക് ടോപ്പിൽ നിന്ന് ആഷിഖ് സാറിൻ്റെ ഞങ്ങൾ പറഞ്ഞതിൻ്റെ മോട്ടിവേഷൻസ്, മെൻറ്റേഴ്സ് പിന്നാലെ കൂടാറുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പല പിള്ളേരും. റിയാസിനോട് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പാരൻസ് ആണ് എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിങ്ങൾ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പം കാണാനുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന പാരൻസിനോടൊക്കെ പറയാനുള്ളത്, ഈ എഡ്യൂക്കേഷൻ കൊടുക്കുക പറയാന്നുള്ളതൊക്കെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ പഠിച്ചു അല്ലെങ്കിൽ ഇത്ര ലിമിറ്റേഷൻസിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, സാമ്പത്തികമോ സോഷ്യലോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര പഠിച്ചു എന്നൊന്നും പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യങ്ങളല്ല. ആക്ച്വലി അത് നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നാലെ കൂടാൻ പറ്റുന്ന ആർക്കായാലും അല്ലേ, ഏത് സാഹചര്യം നിലവാണെങ്കിലും അതിനൊക്കെ സോഷ്യൽ സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ള സന്തോഷത്തിലാണ്. എന്ത് ഡോക്ടറായി കാണാനാണ് ആഗ്രഹം? അവനോട് ചോദിച്ചപ്പം പറയില്ല, കാരണം അവർക്ക് സീനിയേഴ്സ് കോളേജ് കിട്ടി കഴിഞ്ഞാൽ അവനെ കാർഡിയോളജിസ്റ്റോ പീഡിയാട്രിഷനൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി സ്ക്രാച്ച് ചെയ്യും. പാരൻസ് നിലയ്ക്ക് അവന് എന്ത് ഡോക്ടറായി കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം? എനിക്ക് പീഡിയാട്രിഷ്യനോ അങ്ങനെയൊക്കെ. കുട്ടികൾ ഡോക്ടറാണ്. ഉപ്പൊക്കെ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല, പേടിക്കണ്ട, പഠിത്തമൊന്നും ആവില്ല, കുറച്ച് നീണ്ട ജോലിയാണ്. 5 കൊല്ലം തന്നെ മെഡിക്കൽ കോളേജിൽ മിനിമം BS പഠിക്കും, അത് കഴിഞ്ഞിട്ടാണ് MD/MS ഒക്കെ. അപ്പോൾ എന്നാലും എന്ത് ഡോക്ടറായി കാണാൻ അതിൻ്റെ ആഗ്രഹം ഉണ്ടാവില്ല. ശരിക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾ അതിന് പിന്നാലെ ചേസ് ചെയ്യിക്കുക അല്ലേ. എന്താ ആഗ്രഹമുള്ള അവൻ എന്ത് ഡോക്ടറായി കാണുന്നതാണ്? ആർട്ട് സ്പെഷ്യലിസ്റ്റ് ഒക്കെ അങ്ങനെയൊക്കെ വരാതിരിക്കട്ടെ. അതിപ്പോ ഒരുവിധം നമ്മുടെ നാട്ടിലൊക്കെ മിനിമം ഓക്കെ. അപ്പോൾ അങ്ങനെ റിയാസിൻ്റെ ആഗ്രഹം പെർട്ടിക്കുലർലി ചോദിക്കുന്നില്ല, പാരൻസിൻ്റെ മാത്രം ചോദിച്ചിട്ടാണ്. എന്നെ ഒരു വണ്ടർഫുൾ ഡിസ്കഷനായി. നമുക്ക് ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് റിയാസിനോട് മാത്രമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഡിസ്കസ് ചെയ്യാം അല്ലേ, പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്യാം. ശരി.